കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന PSC യോഗത്തിൽ വളരെ സുപ്രധാന തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ തസ്തികകളിലാണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് ഏതൊക്കെ തസ്തികകളിലാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചുരുക്കപ്പട്ടിക ഏതൊക്കെ തസ്തികകളിലാണ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഏതൊക്കെ തസ്തികകളിലാണെന്ന് നോക്കാം. വിവിധ ജില്ലകളിലെ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പില് ട്രേസർ കാറ്റഗറി നമ്പർ 600/2023, അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് മാർക്കറ്റിംഗ് ഓർഗനൈസർ പാർട്ട് 1 പാർട്ട് 2 ജനറൽ സൊസൈറ്റി കാറ്റഗറി നമ്പർ 527/2022, 528/2022, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ ലിമിറ്റഡ് അക്കൗണ്ടന്റ് ഗ്രേഡ് 3 കാറ്റഗറി നമ്പർ 130/2023, ഇത്രയും തസ്തികകളിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഏതൊക്കെ തസ്തികകളാണെന്ന് നോക്കാം. കേരള പോലീസ് സർവീസിൽ ഫോറൻസിക് സയൻസ് ലാബോറട്ടറി സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സ്, അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സംഹിത സംസ്കൃത സിദ്ധാന്ത, അതുപോലെ തന്നെ കേരള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ പാത്തോളജി ആൻഡ് മൈക്രോബയോളജി, വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ ലൈബ്രറിയൻ ഗ്രേഡ് 4, അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ UP സ്കൂൾ ടീച്ചർ കന്നഡ മീഡിയം കാറ്റഗറി നമ്പർ 478/2023, ഇത്രയും തസ്തികകളിലാണ് ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പില് ഫിറ്റർ ഗ്രേഡ് 2 റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനമാണ് 2025 ഒഴിവുകളിൽ അത് ഡിസംബർ 25 അറിയിക്കണമെന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലേക്ക് 2025 ജനുവരി 1 മുതൽ ഈ വർഷം ഡിസംബർ 31 വരെ ഉണ്ടാകാനിടയുള്ള ഒഴിവുകൾ വരുന്ന ഡിസംബർ 25 PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് കർശന നിർദ്ദേശം എടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് സർക്കുലർ ആയിട്ടാണ് നിർദ്ദേശം പുറത്തിറക്കിയത്. അതുപോലെ തന്നെ പ്രതീക്ഷിത ഒഴിവില്ലെന്നും PSCയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ഈ ഡിസംബർ 31 സെക്രട്ടേറിയറ്റില് ബന്ധപ്പെട്ട ഭരണവകുപ്പിനെയും ഉദ്യോഗസ്ഥ പരിഷ്കാര വകുപ്പിനെയും അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ നിശ്ചിത മാതൃകയിൽ അറിയിക്കണം. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ആവശ്യപ്പെട്ട ഒരു തീരുമാനമാണിത്. കാരണം എന്താ വെച്ചാൽ ഒഴിവുകളെല്ലാം തന്നെ ഡിസംബർ 25 മുമ്പായിട്ട് തന്നെ അറിയിച്ചാൽ മാത്രമേ പ്രായപരിധി പിന്നിടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു പ്രയോജനമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്, അവർക്ക് വളരെയധികം ഗുണപ്രദവുമാണ്. അങ്ങനെ ഓരോ വർഷവും അതാത് വർഷത്തിലെ പ്രായപരിധി ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അതാത് വർഷങ്ങളിൽ തന്നെ പരമാവധി ഒഴിവുകൾ ഉൾപ്പെടുത്തി നോട്ടിഫിക്കേഷനുകൾ പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രസ്തുത തസ്തികകളിലേക്ക് എല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാനും അവരുടെ പ്രായപരിധി കടന്നു പോകാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം അനുമതി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഗുണപ്രദമായ ഒരു തീരുമാനമാണ് ഇത് എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.